അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട 3ാം ക്ലാസ് വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഉറുദു ക്ലാസ് തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഗീതം പഠിച്ചു അല്ലേ? ഏതായിരുന്നു ആ ഗീതം? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, ഹം ബുൽബുലേ ഹെ ഇസ്കി യേ ഗുലിസ്ഥാൻ ഹമാര. അങ്ങനെ തുടങ്ങുന്ന ഉറുദുവിലെ പ്രശസ്തനായ കവി മുഹമ്മദ് ഇഖ്ബാലിൻ്റെ കവിതയാണ്, ഗീതമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് വളരെ രസകരമായിട്ട് കവി ആ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കവിത മുഴുവനും അർത്ഥം വെച്ച് കഴിഞ്ഞു. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ കവിത എല്ലാവരും ആ കവിത മനഃപ്പാഠമാക്കണം, കാണാതെ പഠിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കവിത പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ തമ്പ്രീനകത്തൊക്കെ വരുമല്ലോ, പാഠം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ്? ഇതിലുള്ള വർക്കുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പാടെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും കിതാബൊക്കെ ഉള്ളവരൊക്കെ കിതാബ് എടുത്തിരിക്കുക, കിതാബിൽ നോക്കുക. ഞാൻ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെയാണ് വായിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ PDF ആണെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇനി വാക്കർത്ഥങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു പാഠം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാക്കർത്ഥങ്ങൾ തരുമല്ലോ. അത് സാധാരണ ഉറുദു കിതാബിൻ്റെ സ്വഭാവമാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ തമീദിയ ഊലയിലും തമീദിയ സാനിയയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ 3ാം ക്ലാസ്സിലെ കിതാബിലും. പഠിയേ ഔർ സംജിയേ, വായിക്കൂ മനസ്സിലാക്കൂ. പഠിയേ എന്ന് പറഞ്ഞാൽ വായിക്കൂ, ഔർ സമജിയേ മനസ്സിലാക്കൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ പഠിച്ച ആ സാരെ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഗീതത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥങ്ങളുമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ വാക്ക് ജഹാം. ജഹാം എന്ന് പറഞ്ഞാൽ സാരെ ജഹാം സെ അച്ഛ. ജഹാം എന്ന് പറഞ്ഞാൽ ദുനിയ, ലോകം. എല്ലാ ലോകത്തെക്കാളും സുന്ദരമാണെന്നല്ല നമ്മൾ പറഞ്ഞത്? സാരെ ജഹാം സെ അച്ഛ. അപ്പോൾ ജഹാം എന്ന് പറഞ്ഞാൽ ദുനിയ, ലോകം. ഗുലിസ്ഥാൻ, ബാഗ്, ചമൻ, പൂന്തോട്ടം. ഗുർബത്ത്, ഗുർബത്ത് മേ ഹോ. ഗുർബത്ത് എന്ന് പറഞ്ഞാൽ പർദേശ്, വിദേശം, വിദേശം. പർദേശി എന്ന് പറഞ്ഞാൽ വിദേശി എന്നാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഗുർബത്ത് എന്ന് പറഞ്ഞാൽ വിദേശം, പർദേശ് എന്ന് പറഞ്ഞാലും വിദേശം. പർബത്ത്, പർബത്ത് എന്ന് പറഞ്ഞാൽ പഹാഡ്, പർവ്വതം. പർബത്ത്, പഹാഡ്, പർവ്വതം. ഹംസായ, ഹംസായ പടോസി, അയൽക്കാരൻ. ഇനി സന്ദരി, സന്ദരി എന്ന് പറഞ്ഞാൽ പഹരേദാർ. പഹരേദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, കാവൽക്കാരൻ, ഭടൻ എന്നൊക്കെ പറയാം, കാവൽക്കാരൻ. പാസ്ബാൻ, പാസ്ബാൻ എന്ന് പറഞ്ഞാൽ ഹിഫാസത്ത് കർണേ വാല എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, പാസ്ബാൻ. നമ്മൾ ആ പർവ്വതത്തെക്കുറിച്ചാണ് പാസ്ബാൻ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പർവ്വതം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? പാസ്ബാൻ എന്ന് പറഞ്ഞാൽ ഹിഫാസത്ത് കർണേ വാല, സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഗുൽഷൻ, ഗുൽഷൻ എന്ന് പറഞ്ഞാൽ ബാഗ്, ചമൻ, പൂന്തോട്ടം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഗുലിസ്ഥാൻ എന്നുള്ള പദം നമ്മൾ മുമ്പ് പഠിച്ചു. ഗുലിസ്ഥാൻ എന്ന് പറഞ്ഞാലും പൂന്തോട്ടമാണ്, ഗുൽഷൻ എന്ന് പറഞ്ഞാലും പൂന്തോട്ടമാണ്. ഇനി അടുത്തത് രഷ്ക്. റഷ്ക്, റഷ്ക് എന്ന് പറഞ്ഞാൽ യേ ആർസൂ, യേ ആർസൂ കെ ജോ ചീസ് ദൂസരെ കോ ഹാസിൽ ഹേ മുജേ ബി മിൽ ജായേ. ഇതാണ് റഷ്ക് എന്നതിൻ്റെ ഫുൾ അർത്ഥം. അപ്പോൾ എന്താണെന്ന് ഒന്ന് അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേ ആർസു, റഷ്ക് എന്ന് പറഞ്ഞാൽ യേ ആർസു, ഈ ആഗ്രഹമാണ്. കെ എന്തെന്നാൽ, ഏത് ആഗ്രഹമെന്നാൽ,
ജോ ചീസ് ദൂസരേക്കോ ഹാസിൽ ഹേ, ഏതൊരു വസ്തുവാണോ മറ്റൊരാൾക്ക് കരസ്ഥമായിട്ടുള്ളത്, മുജേ ബി മിൽ ജായേ, എനിക്കും അത് കിട്ടണം. അപ്പോൾ മറ്റൊരാൾക്ക് കിട്ടിയ സാധനം എനിക്കും കിട്ടണം എന്നൊരാഗ്രഹം. അതിന് റഷ്ക് എന്നാണ് പറയുന്നത്. റഷ്ക് എന്ന് പറഞ്ഞാൽ അസൂയ. റഷ്ക് എന്ന് പറഞ്ഞാൽ അസൂയ എന്നാണ് അർത്ഥം. ഇനി ജിനാൻ, ജിനാൻ അല്ലേ, റഷ്കെ ജിനാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിനാൻ എന്ന് പറഞ്ഞാൽ ജന്നത്ത്, സ്വർഗം. സ്വർഗത്തിന് പോലും അസൂയ തോന്നിപ്പിക്കുന്ന പൂന്തോട്ടമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ റഷ്കെ ജിനാൻ, ജിനാൻ എന്ന് പറഞ്ഞാൽ ജന്നത്ത്, സ്വർഗം. ഇനി അടുത്തത് ആബ്, ആബരൂദ ഗംഗ എന്ന് പറഞ്ഞല്ലോ, ആബരൂദ ഗംഗ, അതിലെ ആബ്, ആബ് എന്ന് പറഞ്ഞാൽ പാനി, വെള്ളം. റൂദ് എന്ന് പറഞ്ഞാൽ നെഹർ, പുഴ. അപ്പോൾ ആബ്രൂദ് എന്ന് പറഞ്ഞാൽ പുഴ, വെള്ളം. റൂദ് എന്ന് പറഞ്ഞാൽ പുഴ, റൂദ് പുഴ. ആബ് എന്ന് പറഞ്ഞാൽ പാനി. ഇനി കാർവാൻ, കാർവാൻ എന്ന് പറഞ്ഞാൽ ഖാഫില, യാത്രാ സംഘം. കാർവാൻ, യാത്രാ സംഘം, ഖാഫില. ബേർ, ബേർ, ബേർ എങ്ങനെയാണ് വായിക്കുക? ബൈർ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് വായിക്കേണ്ടത് ബേർ എന്നാണ്. ബേർ, ആപ്പസ് മേ ബേർ രഖ്ന. ബേർ എന്ന് പറഞ്ഞാൽ ദുഷ്മനി, ശത്രുത, വിദ്വേഷം. ബേർ വിദ്വേഷം, ദുഷ്മനി ശത്രുത, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ഹസ്തി, ഹസ്തി എന്ന് പറഞ്ഞാൽ അസ്തിത്വം, വുജൂദ്, അസ്തിത്വം. സമാൻ, സമാൻ എന്ന് പറഞ്ഞാൽ സമാന, കാലം. സമാൻ കാലം, സമാന കാലം. അടുത്തത് മഹറം. മഹറം എന്ന് പറഞ്ഞാൽ റാസ്ദാർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ. രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ആൾക്കാരെയാണല്ലോ നമ്മൾ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുള്ളൂ അല്ലേ, നമ്മളെ സ്വന്തം ആളുകൾ. അപ്പോൾ റാസ്ദാർ എന്നതിൻ്റെ വാക്കർത്ഥം രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നാണെങ്കിലും സ്വന്തക്കാരൻ എന്നർത്ഥം വെച്ചാൽ മതിയാവും. സ്വന്തം ആൾ, അടുത്ത ആൾ. ഇനി നിഹാം, നിഹാൻ എന്ന് പറഞ്ഞാൽ ചുപ്പാഹുവ, ചുപ്പാഹുവ. ചുപ്പന എന്ന് പറഞ്ഞാൽ മറയുക, മറഞ്ഞു കിടക്കുക എന്നാണ് അർത്ഥം. ഒളിച്ചിരിക്കുക എന്നൊക്കെ പറയും ചുപ്പന. അപ്പം ചുപ്പാഹുവ നിഹാൻ, മറഞ്ഞു കിടക്കുന്ന, മറക്കപ്പെട്ട. ഓക്കെ, പോഷിത എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. അപ്പോൾ വാക്കർത്ഥം അങ്ങനെ കഴിഞ്ഞു. ഇനി 2, സോച്ചിയെ ഔർ ബതായിയെ, ചിന്തിക്കൂ പറയൂ. സോച്ചിയെ, ചിന്തിക്കൂ, ഔർ ബതായിയെ, എന്നിട്ട് പറയൂ. ഷാഇർ നെ ബുൽബുലേം ഔർ ഗുലിസ്ഥാൻ കിസെ കഹാ ഹേ. എന്താണ് ചോദ്യം? നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയുന്നുണ്ടോ? ഷാഇറിനെ, കവി, ബുൽബുലേം വാനമ്പാടികൾ എന്ന്, ഔർ ഗുലിസ്ഥാൻ പൂന്തോട്ടമെന്നും, കിസെ കഹാ ഹേ എന്തിനെയാണ് പറഞ്ഞത്? ഷായർ എന്തിനെയാണ് പൂന്തോട്ടം എന്നും വാനമ്പാടികൾ എന്നൊക്കെ പറയുന്നത്? എന്തിനെയാണ് പറഞ്ഞത് അല്ലേ? കവിതയിലേക്ക് ചെന്ന് നോക്കാം. എന്താ? ഹം ബുൽബുലേഹ് ഇസ്കി, നമ്മൾ ഇതിൻ്റെ എന്താണ് വാനമ്പാടികളാണ്. ഗുലിസ്ഥാൻ ഹമാര, ഈ ഇന്ത്യ രാജ്യം നമ്മുടെ പൂന്തോട്ടമാണ്. അപ്പോൾ പൂന്തോട്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാകും? വാനമ്പാടികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇന്ത്യയാകുന്ന പൂന്തോട്ടത്തിലെ വാനമ്പാടികളാണ് നാം. അതാണ് കവി അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഷായറിനെ ബുൽബുലെ അവർ ഗുലിസ്ഥാൻ കിസെ കഹാ ഹെ, എന്തിനെയാണ് കവി ഇത് പറയുന്നത്? പൂന്തോട്ടമെന്നും വാനമ്പാടികളെന്നും വിളിക്കുന്നത്? ഷായറിനെ ഹമേം ബുൽബുലേം അവർ ഹിന്ദുസ്ഥാൻ കോ ഗുലിസ്ഥാൻ കഹാ ഹെ, ഇന്ത്യ എന്ത് ചെയ്യാണ്? ഗുലിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. നമ്മെ ബുൽബുലേം എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഷാഇറിനെ കിസ് പഹാഡ് കോ ആസ്മാൻ കാ ഹംസായ കഹാ ഹെ, കവി കിസ് പഹാഡ് കോ ഏത് പർവ്വതത്തിനെയാണ് ആസ്മാൻ കാ ഹംസായ കഹാ ഹെ ആകാശത്തിൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞത്? കവി ആകാശത്തിൻ്റെ അയൽക്കാരൻ എന്ന് വിളിച്ചത് ഏത് പർവ്വതത്തിനെയാണ്? പർവ്വത് വോ സബ്സെ ഊഞ്ച, എല്ലാറ്റിനേക്കാളും ഉയരമുള്ള ആ പർവ്വതത്തിനെ കുറിച്ചാണ് അല്ലേ. ഓക്കെ, ഇനി 3-മത്തത്. ഇഖ്ബാലിനെ ഹിന്ദുസ്ഥാൻ കോ റഷ്കെ ജിനാൻ ക്യൂ കഹാ ഹെ, ഇഖ്ബാൽ ने
ഇഖ്ബാൽ ഹിന്ദുസ്ഥാൻ കോ ഇന്ത്യയെ റഷ്കെ ജിനാൻ സ്വർഗത്തിന് പോലും അസൂയ തോന്നിപ്പിക്കുന്നത് എന്ന് ക്യൂ കഹാ ഹേ എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ പദ്യം പഠിച്ചിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ആ വരി നമുക്കെടുക്കാം. എന്ത്? സ്വർഗത്തിന് പോലും അസൂയ തോന്നിപ്പിക്കുന്നത്, റഷ്കെ ജിനാൻ എന്ന് വരുന്ന ആ വാക്കുള്ള വരി മുഴുവനായിട്ട് എടുക്കാം. ഗോദീമേ ഖേൽത്തി ഹേ മടിത്തട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇസ്കി ഹസാറു നദിയാം ഇതിൻ്റെ മടിത്തട്ടിൽ, ഇസ്കി ഇതിൻ്റെ മടിത്തട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഹസാറു നദിയാം ആയിരക്കണക്കിന് നദികൾ. ഗുൽഷൻ ഹെ പൂന്തോട്ടമാണ്, ജിൻകെ ദംസെ ഇവ കാരണത്താൽ പൂന്തോട്ടമാണ്. ഇങ്ങനെയുള്ള പൂന്തോട്ടം റഷ്കെ ജിനാൻ സ്വർഗത്തിന് പോലും അസൂയ തോന്നിപ്പിക്കുന്ന. മനസ്സിലായോ? അപ്പോൾ ഏത് കാരണത്താലാണെന്നാ പറഞ്ഞത്? ഹസാർ ഗോദിമേ ഖേൽത്തി ഹേ ഇസ്കി ഹസാർ ഭാരതത്തിൻ്റെ മടിത്തട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നദികൾ കാരണമായിട്ടാണ് കവി ഭാരതത്തിനെ സ്വർഗത്തിന് പോലും അസൂയ തോന്നിപ്പിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത നാലാമത്തത്, മദ്ഹബ് നഹി സിഖാത്ത ആപസ് മേ ബേർ രഖ്ന. നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ലേ ആ വരി? മദ്ഹബ് നഹി സിഖാത്ത, ഒരു മതവും പഠിപ്പിക്കുന്നില്ല, ആപസ് മേ ബേർ രഖ്ന, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ. ഇസ് മസ്ര സേ ക്യാ സബക് മിൽത്താ ഹെ, ഈ ഒരു ഈരടിയിൽ നിന്നും എന്ത് പാഠമാണ് മിൽത്താ ഹെ ലഭിക്കുന്നത്? മദ്ഹബ് നഹി സിഖാത്ത ആപസ് മേ ബേർ രഖ്ന എന്നതിൽ നിന്ന് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? ഒരു മതവും എന്ത് പഠിപ്പിക്കുന്നില്ല? വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് മതങ്ങൾ പരസ്പരം സ്നേഹവും സാഹോദര്യവുമാണ് പഠിപ്പിക്കുന്നത്. അല്ലേ? അതെങ്ങനെയാണ് ഉറുദു പറയാ? കോയി മദ്ഹബ് ആപസ് മേ ബേർ രഖ്ന നഹി സിഖാത്ത ഹെ. ഇപ്പോൾ നമ്മൾ കവിതനെ എന്ത് ചെയ്യാണ്? ഇപ്പോൾ പദ്യരൂപത്തിലാണുള്ളത്, അതിനെ ഗദ്യരൂപത്തിലേക്ക് മാറ്റുക. കോയി മദ്ഹബ്, ഒരു മതവും, ആപസ് മേ ബേർ രഖ്ന, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ, നഹി സിഖാത്ത, പഠിപ്പിക്കുന്നില്ല. പിന്നെന്ത് ചെയ്യാം? നമ്മൾ അതൊന്ന് കൂട്ടിക്കൊടുക്കുക. മാത്രമല്ല, ബൽക്കെ, മറിച്ച്, ആപസ് മേ പ്യാർ ഓ മുഹബ്ബത്ത് രഖ്ന സിഖാത്ത ഹെ, പരസ്പരം സ്നേഹം വെക്കാൻ പഠിപ്പിക്കുന്നു. ഓക്കെ. ഇനി അടുത്തത്, നീച്ചെ ദിയേ ഹുയേ മസ്റഓം കോ മുക്കമ്മൽ കീജിയേ, താഴെ തന്നിരിക്കുന്ന ഈരടികളെ പൂർണ്ണമാക്കൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത്? പ്രധാനമായിട്ടും നമ്മൾ ഈ കവിത പഠിച്ചിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി 3, നീച്ചെ ദിയേ ഹുയേ മസ്റഓം കോ മുക്കമ്മൽ കീജിയേ, താഴെ നൽകപ്പെട്ട ഈരടികളെ പൂർത്തിയാക്കൂ. ഓക്കെ. അപ്പോൾ നീച്ചെ എന്ന് പറഞ്ഞാൽ നീച്ചെ താഴെ, ദിയേ ഹുയെ നൽകപ്പെട്ട, മസ്റഓം കോ ഈരടികളെ, മുക്കമ്മൽ കീജിയെ പൂർണ്ണമാക്കൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത്? കവിത കാണാതെ പഠിക്കണം. കാരണം ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരികയാണ്. താഴെ തന്നിരിക്കുന്ന മസ്റകളെ എന്ത് ചെയ്യുക? പൂർണ്ണമാക്കണം. എന്നിട്ട് ഒന്നാമതായിട്ട് പറയാണ്, ഹം ബുൽബുലേഹെ ഇസ്കി യെ ഡാഷ് ഹമാര. അപ്പോൾ നമുക്ക് എഴുതേണ്ടി വരും അവിടെ എന്താണ് പറയുന്നതെന്ന് എഴുതേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അവിടെ എന്താണ് പറഞ്ഞത്? അപ്പോൾ കവിത കാണാതെ പഠിക്കേണ്ടി വരും. ഹം ബുൽബുലേഹെ ഇസ്കി യെ ഗുലിസ്ഥാൻ ഹമാര, അതവിടെ എഴുതണമെങ്കിൽ കവിത, ഈ പദ്യം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഈ പദ്യം കാണാതെ പഠിക്കുക കേട്ടോ. പിന്നെ 2, पर्वत वो सबसे ऊंचा डैश आसमान का, पर्वत वो सबसे ऊंचा ഹംസായ ആസ്മാങ്ക, ആകാശത്തിൻ്റെ അയൽവാസി, അയൽക്കാരൻ അല്ലേ? ഊഞ്ച ഹംസായ ആസ്മാങ്ക. ഇനി 3, ഡാഷ് ഹേ ജിൻകെ ദം സേ റഷ് കെ ജിനാൻ ഹമാര, ഡാഷ് ഹേ ജിൻകെ ദം സേ റഷ് കെ ജിനാൻ ഹമാര. എന്താണ്?
ഗുൽഷൻ ഗുൽഷൻ ഹെ ജിൻ കെ ദം സേ റഷ്കെ ജിനാൻ ഹമാര, അല്ലേ? ഗുൽഷൻ ഹെ ജിൻ കെ ദം സേ റഷ്കെ ജിനാൻ ഹമാര. അപ്പോൾ അവിടെ ഗുൽഷൻ ആണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം പദ്യം കാണാതെ പഠിക്കേണ്ടി വരും. കുച്ച് ബാത് ഹേ കെ ഹസ്തി മിട്തി നഹി ഡാഷ്, അതൊക്കെ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിക്കോളി. 5 മാലൂമ ക്യാ കിസി കോ ദർദെ ഡാഷ് ഹമാര. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇനി 4 നീച്ചെ ദിയേ ഹുയെ ലഫ്സോं को जुमलों में इस्तेमाल कीजिए. താഴെ നൽകപ്പെട്ട വാക്കുകളെ വാക്യത്തിൽ പ്രയോഗിക്കുക. നീച്ചെ താഴെ, ദിയേ ഹുയെ നൽകപ്പെട്ട, ലഫ്സോं को വാക്കുകളെ, ജുംലോമേ ജുംലകളിൽ, ഇസ്തിഅമാൽ കീജിയെ ഉപയോഗിച്ചാലും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വാക്ക് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ നിങ്ങളൊരു വാക്യത്തിൽ പ്രയോഗിക്കണം. പിന്നെ രണ്ടാമത്തത് വതൻ. വതൻ എന്ന് പറഞ്ഞാൽ രാജ്യം. വതൻ രാജ്യം. മൂന്നാമത്തെ വാക്ക് ഗംഗ. ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ നദി, ഗംഗ. നാലാമത്തെ വാക്ക് കാർവാൻ. കാർവാൻ എന്ന് പറഞ്ഞാൽ യാത്രാ സംഘം, കാഫില, യാത്രാ സംഘം. കാർവാൻ, യാത്രാ സംഘം. മനസ്സിലായല്ലോ? ഇനി 5 നസം കെ മുതാബിഖ് നീച്ചെ ദിയേ ഹുയെ ഷിഅർ മുക്കമ്മൽ കീജിയേ. ഇനിയും ചോദിക്കരുത് എന്തിനാണ് പദ്യം കാണാതെ പഠിക്കാൻ പറഞ്ഞതെന്ന്. കാരണം ഈ ചോദ്യമൊക്കെ എന്താണ് പറയുന്നത്? നസം കെ മുതാബിഖ്, നേരത്തെ പഠിച്ച ഈ കവിതക്കനുസരിച്ച്, നീച്ചെ ദിയേ ഹുയെ താഴെ നൽകപ്പെട്ട ഷിഅർ മുക്കമ്മൽ കീജിയെ, ഈ ഷിഅർ എന്ത് ചെയ്യുക? പൂർത്തിയാക്കണം. എന്നിട്ട് ഗുർബത്ത് മെ ഹൂം അഗർ ഹം രഹ്താ ഹെ ദിൽ വതൻ മേ. പിന്നെ അടുത്ത വരി ഡാഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തെ വരി ഡാഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗുൽഷൻ ഹെ ജിൻ കെ ദം സേ റഷ് കെ ജിനാൻ ഹമാര. അപ്പോൾ അത് പൂർത്തിയാക്കണം. പിന്നെ മദ്ഹബ് നഹി സിഖാത്ത ആപ്പസ് മെ ബേർ രഖ്ന, അത് തന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമുള്ള വരി എന്താണെന്ന് അപ്പോൾ എഴുതേണ്ടി വരും. പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? അപ്പോൾ ഈ പദ്യം കാണാതെ പഠിക്കണം. ഡാഷ് ഇട്ടിട്ട് അടുത്ത വരി ഡാഷ് ഇട്ടിട്ട് പിന്നെ സ്വദിയോ രഹാ ഹെ ദുഷ്മൻ ദൂറെ ജമാൻ ഹമാര, ദൗറെ ജമാൻ ഹമാര. ഇഖ്ബാൽ കോയി മഹറം അപ്നാ നഹി ജഹാം മേ ഡാഷ്, ഇവിടെയും ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കണം. ഓക്കെ, ഇനി 6 അമലി കാം. 6 അമലി കാം എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്? ഇസ് നസം മേം, ഈ കവിതയിൽ ഇഖ്ബാൽ വതൻ സെ രാജ്യത്തോട്, അപ്നി മുഹബത്ത്, വതൻ സെ അപ്നി മുഹബത്ത് രാജ്യത്തോടുള്ള തൻ്റെ സ്നേഹവും, അവർ അപ്നെ വതൻ കി ഖൂബിയാം തൻ്റെ രാജ്യത്തിൻ്റെ ഗുണങ്ങളും, ഗുണങ്ങളെക്കുറിച്ചും സിക്ർ കിയാ ഹെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അതായത് ഒന്നുകൂടി അർത്ഥം വെക്കാം. ഇസ് നസമേം, ഈ കവിതയിൽ കവിയായ ഇഖ്ബാല് വതൻ സെ അപ്നി മൊഹബത്ത് രാജ്യത്തോടുള്ള തൻ്റെ സ്നേഹവും, അവർ അപ്നെ വതൻ കി ഖൂബിയാ കാ സിക്ർ കിയാ ഹെ തൻ്റെ രാജ്യത്തിനെ കുറിച്ചുള്ള ഗുണങ്ങളുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. ആപ്പ് ബി, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളും ഹിന്ദുസ്ഥാൻ കി ഖുസൂസിയാത്ത് സെ മുതഅല്ലഖ്, ഇന്ത്യയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട, ഹിന്ദുസ്ഥാൻ കി ഖുസൂസിയാത്ത് സെ മുതഅല്ലഖ് ഇന്ത്യയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ഏക് പാരഗ്രാഫ് ലിഖിയെ, ഒരു പാരഗ്രാഫ് എഴുതൂ. ഓക്കെ, അങ്ങനെ ഈ പാഠം പൂർണ്ണമാകുന്നു ഇവിടെ. ഇപ്പോൾ ഞാനിവിടെ ആ ഗീതം മുഴുവനും വായിച്ചു അർത്ഥം വെച്ചു. അതിനുശേഷമുള്ള ഈ ചോദ്യോത്തര സെഷൻ അതും കൈകാര്യം ചെയ്തു. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പണിയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച ആയിരിക്കുമല്ലോ. ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഒരുപാട് ടൈം
കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലുള്ള നോട്ട് ബുക്കൊക്കെ എല്ലാവരുടെ ഉണ്ടാവുമല്ലോ. ഇല്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നോട്ട് ബുക്കൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഉറുദുവിൽ പാഠത്തിൻ്റെ പേര് എഴുതുക. അതിന് താഴെ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ നേരെ എഴുതി വെക്കുക. അതിനുശേഷം ഇന്ന് നമ്മൾ എടുത്ത ചോദ്യോത്തരങ്ങളുടെ ഭാഗം, അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ സെഷൻ നമ്പർ ഇട്ടിട്ട് 1ാമത്തെ ചോദ്യം അതിനുള്ള ഉത്തരം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതുപോലെ തന്നെ അത് 1 മുതൽ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതി വെക്കുക നോട്ട് ബുക്കിൽ. അത് നിങ്ങൾ എനിക്ക് ഓൺലൈനായിട്ട് അയച്ചു തരണം എന്നൊന്നും ഞാൻ പറയില്ല. നോട്ട് ബുക്ക് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ആവാം, അല്ലെങ്കിൽ കോളേജുകളൊക്കെ തുറന്നതിന് ശേഷം നമുക്ക് നിങ്ങളുടെ നോട്ട് ബുക്കുകൾ നോക്കുകയോ അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തമ്രിനകത്ത് മുഴുവനും എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളെനിക്ക് 2 കാര്യങ്ങൾ അയച്ചു തരണം. 1ാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത പാഠഭാഗത്ത് ഇതിൻ്റെ ഈ തമ്രിനകത്ത് സെഷനിൽ എന്തുണ്ട്, ജുംലോമേം ഇസ്തിമാൽ കീജിയെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലഫ്ലുകൾ തന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് വാക്കുകൾ? ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യ, അതുപോലെ വത്തൻ രാജ്യം, പിന്നെ ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ നദി തന്നെ, പിന്നെ കാർവാൻ. ഈ 4 വാക്കുകൾ വെച്ചിട്ട് എല്ലാവരും ഓരോ വാക്കുകൾ വീതം ഉണ്ടാക്കണം. ഓരോ വാക്കുകൾ വീതം ഉണ്ടാക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഒപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. ഒരു നോട്ട് ബുക്കിൽ എഴുതുക ഒരു 4 സെൻറ്റൻസ്, എന്നിട്ടത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. സംശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അടുത്തതായിട്ട് 2 വർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വർക്ക് ഇതാണ്. ഇത് സിമ്പിൾ വർക്കാണ്. 4 ജുംലകൾ എഴുതാനേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഇന്ത്യയെക്കുറിച്ചോ ജുംല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. വത്തൻ രാജ്യം എന്നുള്ള അർത്ഥത്തിൽ ഒരു ജുംല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതുപോലെ ഗംഗ, അതുപോലെ തന്നെ കാർവാൻ എന്ന് പറഞ്ഞാൽ യാത്രാ സംഘം അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചും ഒരു ജുംല. പിന്നെ 2ാമത്തത്, ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയപ്പെട്ട അമലീകാം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. അതും നിങ്ങൾ എഴുതുക. ഒരു പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. മനസ്സിലായല്ലോ? ഇപ്പോൾ 2 വർക്കാണ് ഞാൻ പറഞ്ഞത്. 1ാമത്തെ വർക്ക്, നിങ്ങളെന്ത് ചെയ്യുക, ആ ജുംലകളിൽ ഉപയോഗിക്കാനുള്ള 4 പദങ്ങൾ അത് വെച്ചിട്ട് ഓരോ വാക്കുകൾ വീതം 4 വാക്കുകൾ ഉണ്ടാക്കുക. അത് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പിലേക്ക് അയച്ചു തരിക. ഒപ്പം തന്നെ നിങ്ങളുടെ പേര്, നാട് എന്നത് എന്നിവ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തരിക. അതിൻ്റെ താഴെ അമലീകാമിൽ എന്ന് പറയപ്പെട്ട ഇന്ത്യയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാണ്ട് അയച്ചു തരിക. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. നിങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.